I look at you and it's easy to see you are that someone I've been trying to meet. I got you. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ചാനലിലെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നൈക്കിന്ന് ഇങ്ങനെ 2 പെട്ടി വന്നിട്ടുണ്ട്. നൈക്കക്കാർ ഫ്രീ ആയിട്ട് തന്നതല്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ 2 പെട്ടിയുണ്ട്. എന്നോട് അൺബോക്സിങ് വീഡിയോസ് ചെയ്യണം എന്ന് പറയാറുണ്ട്. പക്ഷേ സത്യമായിട്ടും ഞാനങ്ങനെ ബൾക്കായിട്ട് ഒരു സാധനം ഞാൻ വാങ്ങിക്കാറില്ല. എനിക്ക് ആവശ്യമുള്ളത് എന്താണോ കഴിഞ്ഞതെങ്കിൽ അങ്ങനെയാണ് ഞാൻ മേടിക്കാറുള്ളത്. അപ്പോൾ പിന്നെ ഈ അൺബോക്സിങ് ചെയ്യണമെങ്കിൽ വെറുതെ ഒരുപാട് സ്പെൻഡ് ചെയ്ത് അങ്ങനെ വാങ്ങിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വരാത്തത് കൊണ്ടാണ് ഞാൻ അൺബോക്സിങ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ ഇപ്പോൾ നാട്ടിൽ വന്ന് പോയപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സെയിം പ്രൊഡക്റ്റ്സ് ആണ് ഉപയോഗിക്കുക എല്ലാം. ഇപ്പോൾ ഫേസ് വാഷ് മാത്രം മാറ്റമുണ്ട്. ഇപ്പോൾ സൺസ്ക്രീൻ ആണെങ്കിലും അതുപോലെ മറ്റേ മോയ്സ്ചറൈസർ ആണെങ്കിലും സിറം ഒക്കെ ആണെങ്കിലും നമ്മൾ സെയിമായി യൂസ് ചെയ്യുക. അപ്പോൾ വന്ന സമയത്ത് ഞങ്ങൾ 2 പേരും കൂടി ഒരു പ്രോഡക്റ്റ് എൻ്റേത് മാത്രം ഉപയോഗിച്ചിട്ട് തീർന്നു പോയി. അപ്പോൾ എനിക്ക് എല്ലാം വാങ്ങിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഇതിലുള്ളത് എൻ്റെ ബേസിക് സ്കിൻ കെയർ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ കുറച്ച് ഇപ്പോൾ റൂട്ടീൻ, ഞാനൊരു സ്കിൻ കെയർ റൂട്ടീനൊക്കെ ഇത് വെച്ചിട്ട് കാണിച്ചു തരാം. ആ സമയത്ത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നാലേ ഉള്ളൂ, കാരണം ചില സമയത്ത് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഈ പെട്ടികൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ചെറിയ പെട്ടി തുറക്കാം അല്ലേ. അയ്യോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ചെറിയ പെട്ടി പൊട്ടിക്കാം. ഞാൻ ഓൾറെഡി പൊട്ടിച്ചത് ഇൻ ദ സെൻസ് ഞാൻ ഇതൊന്ന് ബോക്സ് തുറന്ന് നോക്കി, കാരണം വല്ല ഇഷ്ടികയോ വല്ല വേറെ എന്തെങ്കിലും വന്നെങ്കിൽ തിരിച്ചയക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഞാൻ അതുപോലെ തന്നെ വെച്ചേ. ഫസ്റ്റ് ഐറ്റം ഇതാണ്. ഒരൊറ്റ സാധനം ഇതിനകത്തുള്ളൂ കേട്ടോ. എന്നാലും ബില്ലിൻ്റെ സൈസ് നോക്കിയാട്ടെ. എന്തിനാ ഇവർ ഇത്ര വലിയ ബില്ല് വരുന്നത്? ഫസ്റ്റത്തെ ഐറ്റം ഇതാണ്. ഇത് കാണുന്നില്ലേ? ഇതൊരു നൈസിനമൈഡ് സിറമാണ് കേട്ടോ. ഇത് ഓർഡിനറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. തുറന്ന് നോക്കട്ടെ. ഞാൻ നൈസിനമൈഡ് സിറം ഫസ്റ്റ് യൂസ് ചെയ്തത് ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. അതിനുശേഷം ഞാൻ മിനിമലിസ്റ്റ് ആക്കി. മിനിമലിസ്റ്റിൻ്റെ 2 ഇത് ഞാൻ ഉപയോഗിച്ചു. അതിനുശേഷം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആക്കാം. എന്നിട്ട് ഞാൻ ഓർഡിനറി എന്ന് പറഞ്ഞ ബ്രാൻഡിലേക്ക് ഇപ്പോൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രാൻഡ്. ഇതെന്താ ഇങ്ങനെ എക്സ്പോഷർ ആണുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് സാധനം. പിന്നെ നല്ല പാക്കേജിങ് ആട്ടോ, ഭയങ്കര പ്രീമിയം പാക്കേജിങ് ആണ്. ഈ ഓർഡിനറി എന്ന് പറഞ്ഞ ബ്രാൻഡ് കുറേ ആൾക്ക് അറിയുമായിരിക്കും. ഇത് ഈ ഫോറിനേഴ്സൊക്കെ അധികം ഉപയോഗിക്കുന്ന ബ്രാൻഡാണ്. നമ്മളെ നാട്ടിൽ ഇത് കുറച്ച് എക്സ്പെൻസീവ് സൈഡ് ആയതുകൊണ്ട് ഓർഡിനറി അങ്ങനെ ആരും ചൂസ് ചെയ്യാറില്ല. മേ ബി അതുകൊണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. നമ്മൾ റിച്ചഡാ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു വലിയ പെട്ടിയാണുള്ളത്. ഈ വലിയ പെട്ടിയും ആക്ച്വലി ഞാൻ പൊട്ടിച്ചതാണ്. സോ നിങ്ങളെ മുന്നിൽ നിന്ന് വെറുതെ ഒരു ഷോട്ട് ഞാൻ തുറക്കാം. പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും തുറന്നു നോക്കിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കി ഉണ്ടോ ഇല്ലയോ എന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പെട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന സിറം ഏതാ മനസ്സിലായില്ലേ? ഓർഡിനറീൻ്റെ നൈസിനമൈഡ് സിറം. ഇനി ഇതിനകത്ത് 2 സാധനമുണ്ട്. ഇങ്ങനെ ഈ പുതിയ സാധനങ്ങൾ കിട്ടുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമ വരാനുണ്ട്. നിങ്ങൾക്ക് വരാറുണ്ടോ കുളിർമ? എനിക്ക് വരാറുണ്ട് കുളിർമ. അപ്പോൾ ഇതിനകത്ത് 2. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഇതാണ്. മാച്ചിങ് അല്ലേ. ഇത് ഡോട്ട് ആൻഡ് കീ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇതാണ്. സൺസ്ക്രീനാണ് കേട്ടോ. സൺസ്ക്രീനാണ്. ഇതൊന്ന് പൊട്ടിക്കട്ടെ. അപ്പോൾ ഇതാണ്. ഇതെന്താ കാണാത്തതെന്ന് എനിക്കറിയില്ല. ഇത് എന്തോ ലൈറ്റ് അടിക്കുന്നുണ്ടാന്ന് കാണുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ 2ാമത്തെ സാധനം. അപ്പോൾ എൻ്റെ സൺസ്ക്രീനാണ് ദിസ് വൺ. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ് ദിസ് വൺ. ഇത് ഡോക്ടർ ഷെത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇത് ബ്രാൻഡ് എന്താ കാണാത്ത ബ്രാൻഡുകളെ കണ്ടോ? ഇത് ഡോക്ടർ ഷെത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. സീക്ക ആൻഡ് സെറമൈഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണിത്. ഇത് ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്ട്സിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായില്ലേ ഒരു ലാസ്റ്റ് ടൈം ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് പെട്ടിക്കണക്കിന് തീർത്ത സാധനങ്ങളുണ്ട്. അതിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സാധനം തീർന്നിട്ട് അതിൻ്റെ കവറൊക്കെ മുറിച്ചിട്ട്, പണ്ട് പേസ്റ്റൊക്കെ വീട്ടിലൊക്കെ ചെയ്ത് കാണിച്ചിട്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഞാനൊരു സാധനം അങ്ങനെ മുറിച്ചിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് അതിൻ്റെ അവസാനത്തെ ഒരു ശ്വാസം വരെ ഊറ്റിയെടുക്കുമെന്ന് പറയില്ലേ, അങ്ങനെ ഞാൻ ഊറ്റിയെടുത്തിട്ട് ഉപയോഗിച്ചൊരു സാധനമായിരുന്നു ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനത് വീണ്ടും വാങ്ങിച്ചു. ദിസ് ഈസ് മൈ മോയ്സ്ചറൈസർ. ഇനി ഈ പെട്ടിക്കകത്ത് ഒരു വലിയ സാധനം കൂടി ഉണ്ട്. എന്ത് ചെയ്യാനാ? യെസ്,
കഴിഞ്ഞു. എനിക്ക് എന്തെങ്കിലും ഫ്രീ ഒന്നുകൂടെ അല്ലേ? ചില സമയത്ത് കിട്ടാറുണ്ട്, ഇപ്രാവശ്യം ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. ഇതുണ്ടോ? പക്ഷേ ഇതുണ്ടല്ലോ മറ്റേ സാധനമല്ല ഗൈസ്, ഇങ്ങനെ പിടിപ്പിടിപ്പിടി ബബിളല്ല, ഇത് വേറൊരു. ഇവരൊക്കെ നമ്മളെ എന്തിനാ ഇങ്ങനെ ഇമോഷണലി ഡാമേജ് ആക്കുന്നതിൽ അവർക്ക് അത് തന്നൂടെ? ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ബബിളുണ്ട്, പക്ഷെ പൊട്ടിക്കാൻ പറ്റാത്ത സാധനം. സില്ലി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. ഒരു സെറ്റഫിൻ്റെ ക്ലെൻസറാണ്. ഞാൻ ഇത്ത പോകുന്ന പെട്ടിയാണ് ഞാൻ പൊതുവേ മേടിക്കാറുള്ളത്. ഇത് എങ്ങനെ പോയാലും എനിക്കൊരു 2.5-3 months മാക്സിമം എനിക്ക് നിൽക്കും. ഇനി ഞാൻ അതായത് വൈകുന്നേരം ഞാൻ അധികം വേറെ ഫേസ് വാഷ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹാർഷായിട്ടുള്ള ഏതെങ്കിലും ഇട്ടിട്ട് ഫേസ് കഴുകുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് എന്തായാലും 3 months പോകും. അല്ല ഞാൻ രാവിലെയും വൈകുന്നേരം ഇതന്നെയാണ് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ എനിക്ക് ഒരു 2-2.5 months എനിക്ക് നിൽക്കും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 675 ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു 600 നമുക്ക് കിട്ടും. 608 ഒക്കെയാണ് നമുക്ക് ഓഫർ പ്രൈസ് വരിക. ഈ 75 rupees ഒന്നും വരില്ല. ഓക്കെ, ഒരു 2-3 മാസം 2-2.5-3 മാസത്തിന് ഒരു 600 രൂപ നമുക്ക് വേണ്ടി ചിലവാക്കുന്നതിന് പ്രശ്നമുണ്ടോ? 3 മാസം കൂടി 600 രൂപ ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ എത്ര സോപ്പൊക്കെ ഉപയോഗിച്ച് തീർക്കണം അല്ലെങ്കിൽ. അപ്പോൾ ഇതാണ് നല്ലത്. പിന്നെ ഫേസ് വാഷസ് ആണ്. നിങ്ങൾക്കറിയാലോ ഞാൻ സെറ്റഫിലിനെ എത്രമാത്രം ഹൈപ്പ് ചെയ്യുന്നുണ്ടെന്ന്. എന്തിന് ബട്ട് വൈന്ന് എനിക്കും അറിയില്ല. പക്ഷേ എൻ്റെ ഒരു ടീനേജ് കാലം തൊട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ സെറ്റഫിലിൻ്റെ ക്ലെൻസർ എന്ന് പറയുന്നത്. എനിക്ക് ഡോക്ടർ എഴുതി തന്നതായിരുന്നു. എനിക്ക് ഫസ്റ്റ് സ്കിന്നിന് പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓവർ സൺ എക്സ്പോഷർ ആയിക്കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ വെളുത്തിട്ട് വരും. ഇങ്ങനെ എല്ലാവരും വെയിൽ കൊണ്ടാൽ ടാനായി കറുത്ത് പോവുക, അല്ലെങ്കിൽ അങ്ങനെ ടാൻ ആവുമല്ലേ ചെയ്യുക. എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ടാൻ ആവും, എന്താ പറയുക, എന്തായാലും ടാൻ ആവും. പക്ഷേ എനിക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു ഇങ്ങനെ ഒരു പുഴുവൊക്കെ അരിച്ച പോലെ ഇങ്ങനെ വരും. ഈ ഓമരപ്പുഴു ഇങ്ങനെ ചൊറിയുന്ന പുഴുവില്ലേ, ആ പുഴു അരിച്ച പോലെ എനിക്കിങ്ങനെ വരും ഓവർ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ആ സമയത്ത് എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ ഭയങ്കര ഹാർഷായിട്ടുള്ളൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് ചോദിച്ചു, ഡോക്ടർ എന്താണ് ഉപയോഗിക്കുക എന്നൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നതായിരുന്നു സെറ്റാഫിലിൻ്റെ ക്ലെൻസർ ഉപയോഗിച്ചാൽ മതി. കാരണം ഹാർഷായിട്ടുള്ള pH ബാലൻസ് ആവാത്ത ഇതൊന്നും ഇതാക്കി കഴിഞ്ഞാൽ ഇത് ട്രിഗർ ആവും. അപ്പോൾ കൂടുതൽ ഇങ്ങനെ ഫേസ് മൊത്തമാവും. അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് തൊട്ട് ഞാൻ ഉപയോഗിക്കുന്നതായിരുന്നു ഇത്. പിന്നെ ഞാൻ വേറൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഞാൻ ചോദിച്ചായിരുന്നു, എനിക്ക് കല്യാണത്തിനൊക്കെ കുറേ മുന്നേ ഞാൻ ചോദിച്ചായിരുന്നു എന്താണ് എനിക്ക് പറ്റുന്ന ഒരു ഫേസ് വാഷും അതുപോലെ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ പറഞ്ഞുതരാൻ. അവർ സെറ്റഫിലാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇതന്നെ കണ്ടിന്യൂ ചെയ്തോ പറഞ്ഞു. ഫേസ് വാഷ് സൺസ്ക്രീനും മോയ്സ്ചറൈസറും വേറെ എന്തോ എന്ന് പറഞ്ഞു. അതിനെനിക്ക് കൊടുക്കാത്ത വിലയും. ഞാൻ 2 മാസം വാങ്ങിച്ചു, പിന്നെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ അതിന് ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനിപ്പോൾ ഫൈനലി എത്തി നിൽക്കുന്നതാണിത്. ഇത്രയും സാധനങ്ങളാണ് ഗൈസ് അതിനകത്തുള്ളത്. ആകെ 4 സാധനങ്ങളുള്ളൂ, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയേ ആവശ്യമുള്ളൂ. നോർമലി പറയില്ലേ CTMS റൂട്ടീൻ ചെയ്യണം എന്നുള്ളത്. എൻ്റെ അതിൽ C ഫോർ ക്ലെൻസിങ്. നിങ്ങൾക്ക് സെറ്റഫിൽ ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ജെൻറൽ ക്ലെൻസറായിട്ട് എൻ്റെ സജഷൻ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട്, അതിൻ്റെ ക്ലെൻസർ യൂസ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഹിമാലയൻ്റെ നീം ഫേസ് വാഷ് ഇല്ലേ, അത് ഉപയോഗിക്കാം. അത് നല്ലതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ആണ് ടോണർ, T ഫോർ ടോണിങ്. പക്ഷേ ടോണർ എൻ്റെ കയ്യിലില്ല. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഫ്രീ കിട്ടുന്ന ഓരോ ടോണേഴ്സാണ് ഞാൻ ഉപയോഗിക്കൽ. അതും വൺസ് ഇൻ എ വൈൽ. ഞാനങ്ങനെ എനിക്ക് സത്യമായിട്ട് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു നല്ല ടോണർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതും ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് സിറം. അത് നിങ്ങളുടെ സ്കിൻ കൺസേണിനനുസരിച്ച് നിങ്ങൾക്ക് വൈറ്റമിൻ C, റെറ്റിനോൾ, അതുപോലെ ഇപ്പോൾ നൈസിനമൈഡ്, പിന്നെ കുറേ സിറംസ് അവൈലബിൾ ആണല്ലോ. അത് നിങ്ങളുടെ സ്കിൻ കൺസേൺ എന്താണോ അതിനുള്ള സിറം ഇഫ് ഓപ്ഷണൽ ആണെങ്കിൽ മാത്രം, അല്ല മാൻഡേറ്ററി ആണെങ്കിൽ മാത്രം. അതായത് ഈ കുഞ്ഞു പിള്ളേരൊക്കെ, ഈ ടീനേജേഴ്സിനൊന്നും സിറം ഇപ്പം തന്നെ അവർ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഞാൻ പറയുകയില്ല. നിങ്ങൾക്ക് ഒരു ക്ലെൻസറും ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും മാത്രം മതി. ബാക്കി അതിന് ശേഷം നിങ്ങൾ ഒരു 10, 20, 22 വയസ്സ് 21 വയസ്സ്, അതായത് ഈ ടീനേജ് കുറച്ചൊരു 18 വയസ്സിനൊക്കെ ശേഷം ഒരു 20 വയസ്സൊക്കെ ആയിട്ടൊക്കെ നിങ്ങൾ ഈ സിറംസും അതും ഇതൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളൊക്കെ പ്രീമെച്യൂർഡ് ആയിട്ടുള്ള സ്കിന്നാണ്, ഇപ്പം തന്നെ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള സിറംസ് ഒക്കെ ഉപയോഗിച്ച് പീൽ ഓഫ് മാസ്കുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ സ്കിന്നിന്
ഭയങ്കര മോശമാക്കണ്ട, പിന്നെ നിങ്ങൾക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാവും. സോ നിങ്ങൾക്ക് അതിനുള്ളൊരു ഏജ് ആകുമ്പോൾ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എൻ്റെ സ്കിൻ കൺസേൺ എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്. എനിക്ക് ഭയങ്കര ഓവർ സെബം പ്രൊഡക്ഷൻ ഉണ്ടാവും, അതുപോലെ ഭയങ്കര ഓയിലാവും. പിന്നെ അതുകൊണ്ട് തന്നെ ഫേസ് ഭയങ്കര ഡാർക്കായി പോയ പോലെ ഇങ്ങനെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു സാധനമാണ് നയസിനമൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതാണ് ഉപയോഗിക്കൽ. പിന്നെ അതിനുശേഷം മോയ്സ്ചറൈസർ വേണം. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് റീസെൻ്റായിട്ട് ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് ഇതല്ലാതെ നിങ്ങൾക്ക് മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. പിന്നെ അല്ലെങ്കിൽ വേറൊരു സിമ്പിളിൻ്റെ മോയ്സ്ചറൈസർ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. സിമ്പിളിൻ്റെ മോയ്സ്ചറൈസർ റെക്കമെൻഡഡ് ആണ്. ഇത് ഡോക്ടർ ഷെത്ത് നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ വേറെ എനിക്ക് പറയാനുള്ള ഒരു ഇതുണ്ടായിരുന്നു, ഒരു ബ്ലൂ കളർ, അയ്യോ ഏതാണിപ്പോൾ ഒരു ഞാൻ പിക്ചർ എന്താവും കാണിക്കാം. പിന്നെ അതിനുശേഷം മാൻഡേറ്ററിലി നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ. നിങ്ങൾക്ക് എൻ്റെ റെക്കമെൻഡേഷൻസ് ആണ് ദിസ് വൺ. ഡോട്ട് ആൻഡ് കീൻ്റെ സൺസ്ക്രീൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആക്വലോജിക്ക റെക്കമെൻഡബിൾ ആണ്. പിന്നെ ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീൻ നല്ലതാണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല, ബട്ട് യു ക്യാൻ ട്രൈ. പിന്നെ വേറെ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ഉപയോഗിക്കാം. പിന്നെ ഞാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെയാണ്, അയ്യോ പേരൊക്കെ മറന്നു പോകുന്നല്ല, ഏതാ, ന്യൂട്രിജീന എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ല പ്രൊട്ടക്ഷനുള്ള സൺസ്ക്രീനാണ്. പക്ഷേ ഇതൊക്കെ ഒരു ബിലോ 500 വരുന്നതാണ്. സോ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് വാങ്ങിക്കേണ്ടി വരും. ഇതുപോലെ കുറച്ച് കാലം നീണ്ടു നിൽക്കില്ലല്ലോ. സൺസ്ക്രീൻ മാൻഡേറ്ററി നിങ്ങൾ ഉപയോഗിക്കേണ്ട സാധനമാണ്. സോ നമുക്ക് നന്നായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ഒരാൾക്ക് മാക്സിമം 4 വീക്സ് ആണ് ഒരു സൺസ്ക്രീൻ നിൽക്കുക എന്ന് പറയാം. അതായത് 3 to 4 വീക്സ്, അതായത് 1 month ആണ് ആകെ നിൽക്കുക എന്ന് പറയുന്നത്. നിങ്ങളൊരു സൺസ്ക്രീനിൻ്റെ ട്യൂബ് വാങ്ങിച്ചാൽ എത്ര കാലം യൂസ് ചെയ്യും? എൻ്റെ അമ്മയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇത്ര എടുത്ത് ഇങ്ങനെ അത് നിർബന്ധിച്ചിട്ട് ഞാൻ ചോദിക്കുക എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇതിന് നല്ല ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് ഉപയോഗിക്കണം. അല്ലാതെ സൺസ്ക്രീനൊക്കെ ഞാൻ ഇടുന്നുണ്ട് എന്നിട്ടും എനിക്ക് സൺ ടാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ സൺ ടാൻ വരും. അത് എനിക്കും വരാറുണ്ട്. സോ പിശുക്കാണ്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ സൺസ്ക്രീൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ റെക്കമെൻഡേഷൻസും ഇതാണ്, എൻ്റെ അൺബോക്സിങ്ങും ഇതാണ്. പിന്നെ ഇത് വെച്ചിട്ട് ഒരു സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാം. അത് ഇൻ ഫ്യൂച്ചർ പോയി ഇത് വീഴാണ്ടിരുന്നാൽ സിറം വീണാൽ പൊട്ടും, ബാക്കിയൊക്കെ പ്ലാസ്റ്റിക് ആവും. താഴെ വീണാലും പ്രശ്നമില്ല. സോ എൻ്റെ ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു സ്കിൻ കെയർ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം പിന്നെ അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ അൺബോക്സിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ ഇനി എന്തെങ്കിലും അൺബോക്സിങ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് മാത്രം ഞാൻ മേടിച്ച് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിവ്യൂ അറിയണം എന്ന് താല്പര്യമുള്ള പ്രൊഡക്ട്സിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു ലോഡൊന്നും കമൻറ്റ് ചെയ്യരുത്, എനിക്ക് അത്ര പൈസ ഇതുമില്ല വാങ്ങിക്കാൻ. നിങ്ങൾ കുറച്ച് അഫോർഡബിൾ സൈഡിലുള്ള നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കണം, പക്ഷേ ഒരു റിവ്യൂ കേട്ടിട്ട് യൂസ് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ഞാനത് മേടിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങളോട് അതിൻ്റെ റിവ്യൂ പറയാം. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മളെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. വേറൊരു പ്രൊഫഷണൽ രീതിയിലുള്ള അൺബോക്സിംഗ് ആയിട്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വരുന്നതായിരിക്കും. ഇപ്പോൾ ഇത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. സോ നന്ദി, നമസ്കാരം, ടാറ്റാ.